ഭരണസിരാ കേന്ദ്രം പിണറായിയുടെ കാലത്ത് കയ്യിലെടുത്ത് അമ്മാനമാടിയെന്ന് വരെ സോഷ്യൽ മീഡിയ വിമർശിച്ച, പ്രതിപക്ഷം ചർച്ച ചെയ്ത, സ്വപ്ന സുരേഷ് നന്നായി തന്നെ മാധ്യമങ്ങളിലൂടെ വെള്ളം കുടിപ്പിച്ച CM രവീന്ദ്രൻ പടിയിറങ്ങുമ്പോൾ ഒരു വിവാദ കാലം കൂടിയാണ് അവസാനിക്കുന്നത്. പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഇപ്പോൾ 7 പക്ഷേ CM രവീന്ദ്രൻ ഇല്ല. 4 പതിറ്റാണ്ടിന്റെ ബന്ധം അവസാനിച്ചു. കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ കോഴക്കേസുകളുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളുമൊക്കെ കേരളം മറന്നിട്ടില്ല. വലിയ വാർത്താ കോളിളക്കം തന്നെ അത് സൃഷ്ടിച്ചു. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവന്നത്. 2018 ചാറ്റുകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. ഇരുവരും തമ്മിൽ ഔദ്യോഗിക കാര്യങ്ങൾക്കപ്പുറം വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഈ സന്ദേശങ്ങൾ. ലൈഫ് മിഷൻ കോഴക്കേസിലെ ബന്ധം, ലൈഫ് മിഷൻ പദ്ധതിയുടെ ഫണ്ടിൽ നിന്നും വൻതുക കമ്മീഷൻ ഇനത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതായി ആരോപണമുണ്ട്. ഈ കമ്മീഷൻ ഇടപാടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് സ്വപ്നയും CM രവീന്ദ്രനും തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ED ചോദ്യം ചെയ്യൽ സ്വപ്ന സുരേഷിന്റെ മൊഴികളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ CM രവീന്ദ്രനെ ED കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും CM രവീന്ദ്രനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും സ്വപ്ന സുരേഷ് പിന്നീട് ആരോപിച്ചിരുന്നു. മന്ത്രിയും മുഖ്യമന്ത്രിയുമായ കാലത്തെല്ലാം പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു CM രവീന്ദ്രൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ സ്റ്റാഫിലില്ല. രവീന്ദ്രനില്ലാത്ത പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പട്ടിക സർക്കാർ അംഗീകരിച്ചു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം CP പ്രമോദിനെ പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. AK ബാലൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു പ്രമോദ്. 2021 പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രവീന്ദ്രൻ. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിരുന്നവരെയെല്ലാം തുടർഭരണമായപ്പോൾ മാറ്റിയിരുന്നു. എന്നാൽ രവീന്ദ്രന് മാറ്റമുണ്ടായില്ല. പിണറായി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം സ്റ്റാഫിലുണ്ടായിരുന്നു. PV കുഞ്ഞിക്കണ്ണൻ LDF കൺവീനർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായാണ് രവീന്ദ്രൻ തിരുവനന്തപുരം AKG സെന്ററിലേക്ക് എത്തുന്നത്. പിന്നീട് 4 പതിറ്റാണ്ടായി CPM നേതാക്കളായ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ചു. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായപ്പോഴും കോടിയേരി മന്ത്രിയായപ്പോഴും രവീന്ദ്രൻ പാർട്ടി വിശ്വസ്തനായി അവരുടെ സ്റ്റാഫിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർണായക ചുമതലയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ബിനാമി ഇടപാടുകൾ അടക്കം ചൂണ്ടിക്കാട്ടി ഒട്ടേറെ വിവാദങ്ങളും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു. UDF ഭരണത്തിലേറുകയും പിണറായി പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തപ്പോഴാണ് 4 പതിറ്റാണ്ടിന്റെ സെക്രട്ടേറിയറ്റ് ബന്ധം രവീന്ദ്രനും മതിയാക്കേണ്ടി വരുന്നത്. മാറ്റമില്ലാത്തതാണ് എന്റെ പ്രത്യേകത എന്ന് പറയാൻ ഇനി CM രവീന്ദ്രനില്ല. പലവട്ടം പാർട്ടിയെ തന്നെ വെള്ളം കുടിപ്പിച്ചിട്ടും പാർട്ടി പറഞ്ഞിട്ടും മാറാത്ത രവീന്ദ്രൻ ഇനി അധികാര ഇടനാഴികളിൽ എവിടെയായിരിക്കും?